പറഞ്ഞതൊന്നും കോടതി പോലും പരിഗണിച്ചില്ല. ഹേമ കമ്മിറ്റിയിൽ അവിടെയും തിരിച്ചടി നേരിട്ട് സർക്കാർ. ലൈവ് 6ലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ. ഹേമ കമ്മിറ്റിയിൽ സർക്കാർ പിടിച്ച പുലിവാല് തീരുന്നില്ല. റിപ്പോർട്ടിൽ എന്തുകൊണ്ട് സർക്കാർ മൗനം പാലിച്ചുവെന്ന് ഹൈക്കോടതി. നിഷ്ക്രിയത്വം അത്ഭുതപ്പെടുത്തുന്നുവെന്ന് രൂക്ഷ വിമർശനം. പൂർണ്ണരൂപം SITക്ക് നൽകണം. മാധ്യമങ്ങൾ നിയന്ത്രണം പാലിക്കണമെന്നും കോടതി. ADGP RSS കൂടിക്കാഴ്ച ന്യായീകരിച്ച സ്പീക്കറെ തള്ളി CPI. RSS ഗാന്ധിജിയെ വധിച്ചതിന്റെ പേരിൽ നിരോധിക്കപ്പെട്ട സംഘടന. സ്പീക്കറുടേത് സ്വതന്ത്ര പദവി, മറുപടി പറയേണ്ടത് ഷംസീർ എന്ന് LDF കൺവീനർ. പ്രസ്താവന പിൻവലിക്കണമെന്ന് AYF. മൗനം വെടിയാതെ മുഖ്യമന്ത്രി. ADGP RSS കൂടിക്കാഴ്ച എന്തിനെന്നറിയാൻ അവകാശമുണ്ടെന്ന് ബിനോയ് വിശ്വം. സംഘപരിവാറിനെ വിമർശിച്ച് മുഖ്യമന്ത്രി. സംഘപരിവാറിന്റെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത സംസ്ഥാനങ്ങൾ സാമ്പത്തികമായി ജയിക്കാനുള്ളത് കഴിഞ്ഞ കേന്ദ്ര ബജറ്റ് കേരളത്തിന് ഒന്നും ലഭിക്കാത്ത ബജറ്റായിട്ടാണ് മാറിയത്. അൻവറിന് പിന്നിൽ പ്രതിപക്ഷമല്ല എന്ന് VD സതീശൻ. PK ശശിക്കെതിരെ രൂക്ഷ വിമർശനവുമായി MV ഗോവിന്ദൻ. ശശി ചെയ്തത് നീചമായ പ്രവൃത്തി, പാർട്ടിയെ പണമുണ്ടാക്കാനുള്ള ഉപാധിയാക്കി. CPM ജില്ലാ സെക്രട്ടറിയെ സ്ത്രീ പീഡന കേസിൽ പ്രതിയാക്കാൻ ശ്രമിച്ചു. പരാമർശം പാലക്കാട് മേഖലാ റിപ്പോർട്ടിംഗിൽ. കൊച്ചിയിൽ നിന്ന് കാണാതായ വയോധികയെ കലബൂരിലെത്തിച്ച് കൊന്ന് കുഴിച്ചുമൂടി. കൊലപാതകം സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്യാൻ. സുഭദ്രയുടെ മൃതദേഹം മകൻ തിരിച്ചറിഞ്ഞു. 2 പേർ ഒളിവിൽ. വിവാഹത്തിന് 4 ദിവസം മുൻപ് കാണാതായ വിഷ്ണുജിത്തിനെ ഊട്ടിയിൽ കണ്ടെത്തി. മാറി നിന്നത് സാമ്പത്തിക പ്രയാസം കാരണം. പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത് 6ാം നാൾ. പോലീസിന് നന്ദി പറഞ്ഞു കുടുംബം. സീതാറാം യെച്ചൂരിയുടെ ആരോഗ്യനില ഗുരുതരം. ശ്വാസകോശ അണുബാധയ്ക്ക് ചികിത്സയിലുള്ളത് ഡൽഹി എയിംസിൽ. പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ ആരോഗ്യനില വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം നിരീക്ഷിച്ചു വരുന്നുവെന്ന് CPM വാർത്താക്കുറിപ്പ്. സംഗീത സംവിധായകൻ ജെറി അമൽദേവിൽ നിന്ന് സൈബർ തട്ടിപ്പിലൂടെ പണം കൈക്കലാക്കാൻ ശ്രമം. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയാണെന്ന് ഭീഷണിപ്പെടുത്തി ആവശ്യപ്പെട്ടത് 2 ലക്ഷം രൂപ. തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെട്ടത് ഫെഡറൽ ബാങ്ക് മാനേജറുടെ സമയോചിതമായ ഇടപെടലിൽ. മണിപ്പൂരിൽ തുടരുന്ന സംഘർഷം. മെയ്തേയ്, കുക്കി വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടൽ രൂക്ഷം. ഇംഫാലിൽ കർഫ്യൂ. ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. നിരവധി വീടുകൾക്ക് തീയിട്ടു. നോക്കാം വാർത്തകളിലേക്ക് വിശദമായി തന്നെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹൈക്കോടതിയിൽ സർക്കാരിന് രൂക്ഷ വിമർശനം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് ഹൈക്കോടതി ചോദിച്ചു. നടപടി സ്വീകരിക്കാൻ വൈകിയത് എന്തുകൊണ്ടാണ്? കാലതാമസം എന്തുകൊണ്ടുണ്ടായി? 4 വർഷം എന്തുകൊണ്ടെടുത്തു? കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ക്രൈം മാത്രം പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചാൽ മതിയെന്നും കോടതി വ്യക്തമാക്കി. മറ്റ് ശുപാർശകൾ, കാര്യങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ അന്വേഷിക്കണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമുള്ള അതിന്മേലുള്ള പരാതികൾ പരിഹരിക്കാനുള്ള പ്രത്യേക ഡിവിഷൻ ബെഞ്ചിന്റെ ആദ്യ സിറ്റിംഗ് ആയിരുന്നു എന്ന്. ഈ ആദ്യ സിറ്റിംഗിനിടെ പൊതുതാൽപര്യ ഹർജി പരിഗണിക്കുന്നതിനിടെ സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനവുമായാണ് ഹൈക്കോടതി രംഗത്തെത്തിയത്. ഈ ഒരു കാര്യത്തിൽ, അതായത് ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴികൾ നൽകിയവരുടെ പരാതിയിന്മേൽ അല്ലെങ്കിൽ മൊഴികളുടെ അടിസ്ഥാനത്തിൽ എന്ത് നടപടിയാണ് സർക്കാർ നടത്തിയിട്ടുള്ളത്, എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ള കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടത്. മാത്രമല്ല 2019 ഡിസംബർ 31 ഈ റിപ്പോർട്ട്
സർക്കാരിന് മുൻപാകെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അതിനുശേഷം 4.5 വർഷമായി, ഈ 4.5 വർഷത്തിനിടെ ഇത്രയും ക്രൈം നടന്നിട്ട് എന്ത് നടപടിയാണ്, ഇത്രയും ക്രിമിനൽ കുറ്റങ്ങളാണ് ഉള്ളത്. എന്നിട്ടും 59ഓളം പേർ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് തങ്ങൾ ലൈംഗിക ചൂഷണത്തിന് ഇരയായി, അതല്ലെങ്കിൽ തങ്ങൾ തൊഴിലിടത്തിലെ തൊഴിൽ പ്രശ്നങ്ങൾക്ക് ഇരയായി, അതല്ലെങ്കിൽ ലിംഗവിവേചനത്തിന് ഇരയായി തുടങ്ങിയ പരാതികളുമായി ഹേമ കമ്മിറ്റി മുൻപാകെ വരുന്നു. ഈ റിപ്പോർട്ടാണ് സർക്കാരിന് മുന്നിലുള്ളത്. എന്നിട്ടും സർക്കാർ എന്ത് നടപടിയാണ് എടുത്തത് എന്ന് ഹൈക്കോടതി ചോദിച്ചു. ഇതിന് മാത്രമല്ല, ഇതിൽ ക്രിമിനൽ നടപടികളിൽ പോലീസ് എന്ത് നടപടി എടുത്തു എന്നുള്ള കാര്യവും DGP ഇക്കാര്യത്തിൽ മറുപടി പറഞ്ഞില്ല. പോലീസ് പോലും ഇതിൽ നിഷ്ക്രിയരായി ഇരുന്നു എന്നുള്ള വിമർശനവും കോടതി ഉന്നയിച്ചു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹേമ കമ്മിറ്റിയുടെ പൂർണ്ണരൂപം SITക്ക് ഏൽപ്പിക്കണം. അതായത് ഹേമ കമ്മിറ്റിയിൽ മൊഴികൾ നൽകിയവരുടെ മൊഴിയിന്മേൽ ഉള്ള നടപടികൾ, പരാതികൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം വേണമെന്ന പൊതു താൽപര്യ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഹൈക്കോടതി രംഗത്തെത്തിയത്. അതുകൊണ്ട് തന്നെ SITക്ക് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ചുമതല ഏൽപ്പിക്കുകയാണെന്ന് ഹൈക്കോടതി അറിയിക്കുന്നു. അതോടൊപ്പം ഹേമ കമ്മിറ്റിയുടെ പൂർണ്ണരൂപം SITയെ ഏൽപ്പിക്കണം. മാത്രമല്ല, SITക്കും ചില നിർദ്ദേശങ്ങൾ നൽകുന്നു. പ്രസ് കോൺഫറൻസ് നടത്താൻ പാടില്ല, ഉത്തരവാദിത്വത്തോടെ എടുക്കേണ്ട സമയമെടുത്ത് ഈ കേസിൽ നടപടികൾ ഉണ്ടാകണം. ഈ വരുന്ന ഒക്ടോബർ 3-ാം തീയതി ഇതിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ള കാര്യം, അതല്ലെങ്കിൽ ഏതൊക്കെ കേസുകളുമായി മുന്നോട്ട് പോകാം, ഏതൊക്കെ കേസുകളിൽ FIR രേഖപ്പെടുത്താം, ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി കോടതിയെ അറിയിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഹേമ കമ്മിറ്റിയുടെ പൂർണ്ണരൂപം SITക്ക് നൽകുക എന്നുള്ള ഉത്തരവാണ് ഹൈക്കോടതി സർക്കാരിനോട് ഉത്തരവിട്ടിരിക്കുന്നത്. അത് മാത്രമല്ല, SIT പ്രസ് കോൺഫറൻസ് നടത്തുകയോ മറ്റ് തുടർ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കേസുകൾ വിശകലനം ചെയ്യുകയോ ചെയ്യുന്ന സാഹചര്യങ്ങൾ മീഡിയയുമായി അത്തരത്തിലുള്ള ഡിസ്കഷനുകൾ നടത്തരുത് എന്നൊരു നിർദ്ദേശം കൂടി കോടതി വെച്ചിട്ടുണ്ട്. ഇതിനിടയിൽ പ്രത്യേകമായി കോടതി സൂചിപ്പിച്ച ഒരു കാര്യം, മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തേണ്ടതോ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതോ സാഹചര്യം ഇവിടെയില്ല. കാരണം മാധ്യമങ്ങൾ ജനാധിപത്യ മര്യാദ അങ്ങേയറ്റം പാലിച്ചാണ് കണ്ടിട്ടുള്ളത്. സോളാർ കേസിൽ പോലും ഇത്തരം, അതായത് രഹസ്യ സ്വഭാവമുള്ള കേസുകൾ രഹസ്യമായി അത്തരത്തിൽ കൈകാര്യം ചെയ്യാൻ അങ്ങേയറ്റം മാധ്യമങ്ങൾ അതിന്റെ മര്യാദ പാലിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അത്തരത്തിൽ മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ മീഡിയയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഇവിടെ ഇല്ല. ഭരണപരമായിട്ടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും പാലിച്ചു പോരാനുള്ള മര്യാദ മാധ്യമങ്ങൾ കാണിക്കുന്നുണ്ട്. ആ ഉത്തരവാദിത്വം മാധ്യമങ്ങൾക്കുണ്ട് എന്നും ഹൈക്കോടതി ഇതിനിടയിൽ സൂചിപ്പിക്കുകയുണ്ടായി. എന്തായാലും ഈ കേസ് വീണ്ടും ഒക്ടോബർ 3-ാം തീയതിയാണ് പരിഗണിക്കുക. ആ ദിവസം കൃത്യമായി SIT ഇതുമായി ബന്ധപ്പെട്ട എന്ത് നടപടികൾ, എന്ത് നീക്കുപോക്കാണ്, തുടർ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്ത് നീക്കുപോക്കാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നത് എന്താണ് എന്നുള്ള കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തും. ഹേമ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം. സിനിമാ മേഖലയിലെ ചൂഷണങ്ങൾ പഠിക്കാൻ രാജ്യത്ത് ഒരു കമ്മിറ്റി രൂപീകരിച്ചത് കേരളത്തിൽ മാത്രമാണെന്ന് മുഖ്യമന്ത്രി. രാജ്യത്ത് സ്ത്രീകൾ വലിയ രീതിയിൽ ആക്രമിക്കപ്പെടുന്നു. കമ്മിറ്റിയുടെ ഭാഗമായുള്ള മറ്റ് നിയമപരമായ പരിശോധനകളും തുടർന്നു വരികയാണ്. ഏതൊരാൾക്കും പരാതികൾ ഉന്നയിക്കാനും ഗൗരവമായി ഇടപെടുമെന്ന് ഉറപ്പുണ്ടാക്കുന്നതിനുള്ള അന്വേഷണ സംവിധാനം കേരളത്തിൽ തയ്യാറാക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ ഭാഗമായി അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നയപരമായ പരിശോധനകളും തുറന്നു വരികയാണ്. എന്നാൽ ഏതൊരാൾക്കും പരാതികൾ ഉന്നയിക്കാനും അത് സംബന്ധിച്ച് ഗൗരവമായി ഇടപെടുമെന്ന് ഉറപ്പുണ്ടാക്കുന്നതിനുമുള്ള അന്വേഷണ സംവിധാനം നാം കേരളത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെയാണ് കേരളം വേറിട്ട് നിൽക്കുന്നത്. ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ മൊഴി കൊടുത്തവരും മൊഴി കൊടുക്കാത്തവരും ആർക്കും ഉള്ള ഏതൊരു ദുരനുഭവവും ഇപ്പോൾ ഉയർത്താൻ തയ്യാറായാൽ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി പരിശോധിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിയമപരമായ തുടർ നടപടികൾ വൈകിയതിന് കാരണം സർക്കാർ വ്യക്തമാക്കിയതാണെന്ന് AK ബാലൻ. മൊഴി കൊടുത്തവർ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കരുതെന്ന് പറഞ്ഞു. സ്വകാര്യത ഉറപ്പുവരുത്തണമെന്ന് പരാതിക്കാർ ആവശ്യപ്പെട്ടുവെന്നും AK ബാലൻ പറഞ്ഞു.
ഇത്രയും കാര്യങ്ങൾ ഹേമ കമ്മിറ്റിയുടെ മുമ്പാകെ വെളിവാക്കപ്പെട്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ സ്വകാര്യതയാണ്. മൊഴി കൊടുത്ത ആൾക്കാർ ഒരു രൂപത്തിലും ഇത് പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നും ഇത് സ്വകാര്യമായി വെക്കണമെന്നും ഇതിൻ്റെ ഭാഗമായി ഏതെങ്കിലും രൂപത്തിലുള്ള ക്രിമിനൽ നടപടികൾക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും കമ്മീഷൻ മുമ്പാകെ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട കമ്മിറ്റി, ഹേമ കമ്മിറ്റി, ഗവൺമെൻറ്റിനൊരു കത്ത് കൊടുത്തത്. ആ കത്തിൽ സൂചിപ്പിച്ചത് ഇത് സ്വകാര്യമായി വെക്കണം, ഇതിൻ്റെ ഭാഗമായിട്ടുള്ള തുടർ നടപടികൾ, ക്രിമിനൽ നടപടികൾ വ്യക്തിപരമായി ഉന്നയിച്ച ആൾക്കാർക്ക് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് അവരുടെ സ്വകാര്യത ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ സ്വകാര്യത ഉറപ്പുവരുത്തി തുടർ നടപടികളിലേക്ക് പോകുന്നതിന് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ള നിയമപ്രശ്നം നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായിട്ടും കുറ്റക്കാർക്കും കൊലയാളികൾക്കും സംരക്ഷണം ഒരുക്കുകയായിരുന്നു സർക്കാരെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ കുറ്റപ്പെടുത്തി. ഇടതുപക്ഷ സർക്കാർ സ്ത്രീകൾക്ക് സംരക്ഷണം ഒരുക്കിയ മറ്റേത് കേസാണ് കേരളത്തിലുള്ളത്? കോടതിക്ക് മറുപടി നൽകാൻ സർക്കാരിന് സാധിക്കുമോ? BJPയുടെ ഔദാര്യത്തിലാണ് സർക്കാർ നിലനിൽക്കുന്നതെന്നും K. സുധാകരൻ പറഞ്ഞു. സ്വാഭാവികല്ലേ, 4.5 വർഷം ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് ഒരക്ഷരം മിണ്ടാതെ പെട്ടിക്കകത്ത് കാത്തു സൂക്ഷിച്ച് ഈ കൊലയാളികൾക്കും ഈ കുറ്റക്കാർക്കുമൊക്കെ സംരക്ഷണം നൽകിയൊരു സർക്കാരാണ് ഈ സർക്കാർ. മറ്റു ആളുകൾ വന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴല്ലേ അവർ കേസെടുക്കാൻ നിന്നത്? എന്താ ഹേമ റിപ്പോർട്ട്? എന്താ ആ റിപ്പോർട്ടിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്? മുഴുവൻ ഈ രാജ്യത്തെ സ്ത്രീകളുടെ അവകാശങ്ങളും അധികാരങ്ങളും അഭിമാനങ്ങളും നഷ്ടപ്പെടുത്തിയ ഒരു ഭരണത്തിന്റെ ചിത്രമാണ്. എന്ത് ചെയ്തു സർക്കാർ? എന്ത് ചെയ്തു? ഞാൻ പറയുന്നത് ഹേമ റിപ്പോർട്ട് മാത്രം വേണ്ട, ഇവിടെ നാട്ടിൽ നടക്കുന്ന മറ്റു ഒരുപാട് വിഷയങ്ങളിൽ സ്ത്രീകൾക്ക് സംരക്ഷണം കിട്ടിയ കഥയതാ ഒന്ന് പറഞ്ഞേ നിങ്ങൾ. ഇടതുപക്ഷ സർക്കാരിന്റെ മുമ്പിൽ സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുത്ത ഏതെങ്കിലും ഒരു സംഭവം? നമ്മുടെ നാട്ടിൽ 6 വയസ്സുള്ള കുട്ടികളെ ബലാത്സംഗം ചെയ്ത് ഞെക്കിക്കൊന്ന് തൂക്കിക്കട്ടിയില്ലേ? എന്ത് ചെയ്തു ഈ സർക്കാർ? 1 അല്ല 2 അല്ല 3 അല്ല, എന്ത് ചെയ്തു ഈ സർക്കാർ? അതുകൊണ്ട് പെൺകുട്ടികളും സ്ത്രീകൾക്കുമെതിരെയുള്ള ഈ അതിക്രമത്തെ അതിജീവിക്കാനുള്ള ഒരു മനസ്സും ഈ ഇടതുപക്ഷ സർക്കാരിന് ഇല്ല എന്ന് മാത്രമല്ല, ഇവർക്ക് അതിന് സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം അതിൻ്റെ അകത്ത് ഇടപെട്ടിരിക്കുന്നവർ ഈ ഹേമ റിപ്പോർട്ട് പഠിച്ചിട്ടുണ്ടാവും. ഇവർ അതിനകത്ത് ഏറ്റവും കൂടുതൽ CPM അനുകൂല ആളുകളാണ്. CPM അനുകൂല ആളുകളെ രക്ഷിക്കാനാണ് ഇവരുടെ മാർഗം. ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ അതീവ ഗൌരവതരമെന്ന് രമേശ് ചെന്നിത്തല. റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് ആരെ സംരക്ഷിക്കാനാണ്? റിപ്പോർട്ടിന്റെ മുഴുവൻ ഭാഗങ്ങളും പുറത്തുവിടണം. മൊഴിയുടെ അടിസ്ഥാനത്തിൽ FIR എടുക്കണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇന്നത്തെ പരാമർശങ്ങൾ അതീവ ഗൗരവ സ്വഭാവത്തിലുള്ള ഒന്നാണ്. ഇത്രയും കാലം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച ഈ ഗവൺമെന്റിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിശിതമായ വിമർശനമാണ് നടത്തിയിരിക്കുന്നത്. വാസ്തവത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെക്കേണ്ട ആവശ്യം എന്തായിരുന്നു? ആരെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു? മാത്രമല്ല, കോടതി എന്ന് പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ മുഴുവൻ ഭാഗങ്ങളും പുറത്തുവിടണം. കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ പ്രകാരം FIRകൾ എടുക്കണം. മൊഴികളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ FIR എടുക്കുകയാണ് വേണ്ടത്. പ്രത്യേക അന്വേഷണ സംഘവും അത്തരം FIR എടുത്ത് കേസുമായി മുന്നോട്ട് പോകണം. ഈ അന്വേഷണം ഒരു പ്രഹസനമാക്കി മാറ്റാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. അതിനെതിരായിട്ടാണ് ഇന്ന് ഹൈക്കോടതിയുടെ ശക്തമായ ആ വിമർശനം ഉണ്ടായിരിക്കുന്നത്. എറണാകുളം കടവന്ത്രയിൽ നിന്ന് കാണാതായ വയോധികയെ കൊലപ്പെടുത്തിയത് കവർച്ചയ്ക്ക് വേണ്ടിയെന്ന് പോലീസ്. കവർച്ചയ്ക്ക് ശേഷം വിൽപ്പന നടത്തിയ സുഭദ്രയുടെ സ്വർണ്ണാഭരണങ്ങൾ ആലപ്പുഴയിലെയും ഉടുപ്പിയിലെയും ജ്വല്ലറികളിൽ നിന്ന് പോലീസ് കണ്ടെത്തി. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹം സുഭദ്രയുടേതെന്ന് മകൻ രാധാകൃഷ്ണൻ തിരിച്ചറിഞ്ഞു. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജനും ഡാനി പോളും ചേർന്നു. ആദ്യം ശരണ്യയിലേക്ക്. ശരണ്യ,
വലിയ ഒരു സംശയമുണ്ടാകുന്നു. അത് പരിശോധനയിലേക്ക് കടക്കുന്നു. ഒടുവിൽ അത് കാണാതായ സുഭദ്രയുടെ മൃതദേഹം തന്നെയാണെന്ന് മകൻ തിരിച്ചറിയുന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും ഈ പ്രതികളെന്ന് സംശയിക്കപ്പെടുന്നവർ ഒളിവിൽ തുടരുന്നൊരു സാഹചര്യം. ഇത് ഏത് തരത്തിലേക്ക് അന്വേഷണം കടക്കാൻ കഴിയുമെന്നാണ് പോലീസ് കരുതുന്നത്? ഒപ്പം DNA പരിശോധന അടക്കമുള്ള കാര്യങ്ങളും സുഭദ്രയുടെ മൃതദേഹം തന്നെയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി നടത്തേണ്ടതായി വരുമോ? അപർണ, ഈ മൃതദേഹം ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ നടക്കും. മൃതദേഹം മാറ്റുന്നതിന് മുമ്പ് മകൻ കടവന്ത്രയിൽ നിന്ന് എത്തി രാധാകൃഷ്ണൻ ഈ മൃതദേഹം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. സുഭദ്രയുടെ തന്നെയാണ് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഔദ്യോഗികമായ സ്ഥിരീകരണത്തിലേക്ക് എത്തണമെങ്കിൽ അത് ശാസ്ത്രീയമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയുള്ളൂ. ഈ സംഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഈ സ്വർണം കവരുന്നതിന് വേണ്ടിയാണ് സുഭദ്രയെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്. കടവന്ത്ര സ്വദേശിനിയായ സുഭദ്ര ഈ കടവന്ത്രയിൽ നിന്ന് പുറപ്പെടുന്ന ഘട്ടത്തിൽ ഇവരുടെ കൈപ്പക്കൽ സ്വർണ്ണാഭരണങ്ങൾ അടക്കം ഉണ്ടായിരുന്നു എന്നുള്ള CCTV ദൃശ്യങ്ങളടക്കം കണ്ടിരുന്നു. ഒപ്പം തന്നെ ഇവർ സ്വർണം ധാരാളമായി ഉപയോഗിക്കുന്ന ആളാണ് എന്നുള്ളതും പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കണ്ടെടുത്ത മൃതദേഹത്തിൽ യാതൊരുവിധ സ്വർണ്ണാഭരണങ്ങളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കവർച്ചയ്ക്ക് വേണ്ടിയാണ് കൊലപാതകം എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നുണ്ട്. മറ്റൊന്ന്, ഈ സുഭദ്രയുടെ സ്വർണം ആലപ്പുഴ നഗരത്തിലെ ഒരു ജുവലറിയിൽ വിറ്റതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ നിന്നും 25,000 രൂപ ഈ നഗരത്തിലെ ജുവലറിയിൽ നിന്നും മാത്യുവിന് ഫോൺ പേ വഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. പലയിടങ്ങളിലായി സുഭദ്രയുടെ സ്വർണം വിറ്റിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിലാണ്. അത് കേരളത്തിന് പുറത്ത് ഉടുപ്പിയിലും അത്തരത്തിൽ സ്വർണം വിറ്റിട്ടുണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. ഈ ഷർമിള ഉടുപ്പി സ്വദേശിനിയാണ്. ഇവര് ഈ ഉടുപ്പിയിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിലാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഈ വീട്ടിൽ ഇവർ എത്തിയിരുന്നു എന്നുള്ളത്, അതായത് സുഭദ്ര എത്തിയിരുന്നു എന്നുള്ളത് അയൽക്കാരടക്കം പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് തൊട്ടടുത്തുള്ള അംഗനവാടിയിലെ ജീവനക്കാരുടെ മൊഴിയാണ്. ഈ സുഭദ്രയെ കാണാതെ ഇല്ലായിരുന്നു എന്ന് പറയുന്ന സമയത്ത് സുഭദ്ര ഈ വീട്ടിലെത്തിയിരുന്നുവെന്നും അംഗനവാടി ജീവനക്കാരിയുമായി സംസാരിക്കുകയും സുഭദ്രയെ പരിചയപ്പെടുത്തുകയും കടവന്ത്ര സ്വദേശിയാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അവരിപ്പോ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. തൊട്ട് പുറകിലുള്ള വീട്ടിലെ കുട്ടച്ചൻ എന്ന വ്യക്തിയും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതായത് 4 പേർ ചേർന്നാണ് സുഭദ്രയെ കൈപിടിച്ച് കൊണ്ടുവരുന്നത് കണ്ടു എന്നുള്ള മൊഴിയാണ് കുട്ടച്ചൻ നൽകിയിട്ടുള്ളത്. മാത്രമല്ല ഈ 4 പേർ ഇവരെ കൊണ്ടുവരുമ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പനി ബാധിതയായാണ് വരുന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കിയുള്ളത്. സുഭദ്ര 2 വർഷക്കാലമായി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് താമസിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ മാത്യുവിന്റെയും ഷർമിളയുടെയും വാടക വീടാണ് ഇത്. ഈ വാടക വീട്ടിൽ ഇടയ്ക്ക് മാത്രമേ മാത്യുവും ഷർമിളയും താമസിക്കാനായി വരാറുള്ളൂ എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഇവർക്ക് മറ്റ് അയൽക്കാരുമായി വലിയ തോതിലുള്ള ബന്ധമൊന്നും ഇവർക്കില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇടയ്ക്ക് മാത്രം വരും. ലൈറ്റുകളൊക്കെ എപ്പോഴും ഓഫായാണ് ആ വീട്ടിൽ കിടക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ഈ തൊട്ടടുത്തുള്ള അയൽവാസികൾ പറയുന്നത്. എന്തായാലും സ്വർണ്ണ കവർച്ചയ്ക്ക് വേണ്ടിയാണോ കൊലപാതകം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു എന്നുള്ളതാണ്. സ്വർണം വിറ്റതായി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടെടുത്ത മൃതദേഹത്തിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ളതായി സ്ഥിരീകരണവുമുണ്ട്. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ നൽകുമ്പോൾ കടവന്ത്രയിലെ വീട്ടിൽ നിന്ന് ഡാനിപ്പോൾ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആലപ്പുഴയിൽ കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയ എറണാകുളം സ്വദേശി കടവന്ത്ര സ്വദേശിയായ സുഭദ്ര ഇവിടെ താമസിച്ചിരുന്ന എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള അവരുടെ വീടാണിത്. കഴിഞ്ഞ കുറേയധികം നാളുകളായി അവർ ഇവിടെയാണ് താമസിക്കുന്നത്. അതിനുശേഷം ഇവിടെ നിന്നാണ് ഇവരെ കാണാതാവുന്നത്. ആദ്യഘട്ടത്തിൽ പോലീസ് ഇത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം നടത്തുമ്പോൾ പരിസരവാസികളിൽ നിന്നടക്കം വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഇവർ പറയുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി അവർ ഇടയ്ക്ക് അമ്പലത്തിൽ പോകുന്നതടക്കമുള്ളൊരു ശീലമാക്കിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ രീതിയിലടക്കം പോയിട്ടുണ്ടാകാം എന്നൊരു ധാരണയാണ് പൊതുവിൽ ഇവർക്ക് ഉണ്ടായിരുന്നതായി പരിസരത്തുള്ളവരും ഒപ്പം തന്നെ ആശാവർക്കറായ അശ്വതിയും പറയുന്നത്. വർഷങ്ങളായിട്ട് എനിക്കറിയായിരുന്നു. പിന്നെ സുഭദ്രാന്റി എന്ന് പറയുന്ന 1 മാസത്തിന് ശേഷമാണ് എന്റെ അറിവിൽ ഇവിടെ കാണാതിരിക്കുന്നതും ഇരിക്കുന്നത്. പിന്നെ അമ്പലവാസിയാണ്, തീർത്ഥാടനക്കാരിയും കൂടിയാണ്. മഹാദേവ ക്ഷേത്രത്തിലും വളഞ്ഞമ്പലവും ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രത്തിലെല്ലാം പോവും. എല്ലാം അമ്പലവാസി തന്നെ എന്ന് പറയാ. പിന്നെ ഈ ഒരു 1 മന്തിന് ശേഷം 3-ാം തീയതിയാണോ മക്കൾ കംപ്ലൈന്റ് കൊടുത്തതെന്നും
എനിക്കറിയത്തില്ല. ഇതിനു മുന്നേ നാട്ടുകാരെല്ലാവരും സുബ്രാനെ കാണുന്നില്ല, പേപ്പറിൽ ഒരു പബ്ലിസിറ്റി കൊടുക്കുക എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ അവർ കൊടുത്തിട്ടുമില്ല. എന്നാൽ ഇവർക്ക് ചില സാമ്പത്തികമായ ഇടപാടുകൾ ഉണ്ടായിരുന്നതായും പരിസരത്തുള്ളവർ സ്ഥിരീകരിക്കുന്നുണ്ട്. അത്തരം സാമ്പത്തിക ഇടപാടുകൾ അത് ഏത് രീതിയിലാണ് ഉണ്ടായിരുന്നതെന്ന് പോലീസ് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ആളുകൾക്ക് പണം പലിശയ്ക്ക് നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവർക്ക് ഉണ്ടായിരുന്നതായും പരിസരത്തുള്ളവർ പറയുന്നു. സുഭദ്രയ്ക്ക് ജോലി ഈ പൈസ പണമിടപാടാണ്. കാശ് പലിശ കറക്റ്റ് അത് അങ്ങനെ പലിശയല്ല, ബ്ലേഡ് എന്നാണ് അതിന് ലോക്കലായിട്ട് പറയുന്നത്. അപ്പൊ അതിന് ഡെയിലി കാശ് പിരിക്കാനായിട്ട് പോകും. അവർക്ക് ജീവനുണ്ടെങ്കിൽ അവർ വന്നിരിക്കും. ഈ മാസം 4-നാണ് ഇവരെ കാണാനില്ല എന്നുള്ളൊരു പരാതി കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്നത്. മകൻ പരാതി നൽകുന്നു. ഇതിനുശേഷം പോലീസ് CCTV ദൃശ്യങ്ങൾ അടക്കം ശേഖരിച്ചുകൊണ്ട് പരിശോധന നടത്തുകയും ചെയ്തു. അതിൽ ഷർമിള എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇവരുമായി ഒരു അടുത്ത ബന്ധം കഴിഞ്ഞ കുറെ നാളുകളായി പുലർത്തിയിരുന്നതായി പരിസരവാസികൾ പറഞ്ഞിരുന്നു. അത് സ്ഥിരീകരിക്കുകയും പോലീസ് ചെയ്തു. അത്തരം CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് പോലീസ് പിന്നീട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്. ഒടുവിൽ ആലപ്പുഴയിലെത്തിയതായിട്ട് സ്ഥിരീകരിച്ചിരുന്നു. പിന്നീട് പോലീസ് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇവരുടെ മൃതദേഹമടക്കം ലഭിക്കുന്നത്. അതിന് ഔദ്യോഗികമായൊരു സ്ഥിരീകരണം അത്തരം കാര്യങ്ങൾ വേണമെങ്കിൽ കൂടിയും പോലീസ് അത് ഏതാണ്ട് അത് ഉറപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഷർമിള, അവരുടെ ഭർത്താവ് മാത്യൂസ് എന്നിവരെക്കുറിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇത് ആലപ്പുഴ SP-യുടെ നേതൃത്വത്തിൽ അവിടെയാണ് അന്വേഷണം നടക്കുന്നത്. ഇവിടെ FIR ഇട്ടിരുന്നു. ഈ FIR അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് അവിടെയാണ് അന്വേഷണം നടക്കുന്നത്. കാണാതായതിനെ തുടർന്ന് ഇവരുടെ മക്കൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അതിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തിയപ്പോഴാണ് CCTV ദൃശ്യങ്ങളിലൂടെ ഇങ്ങനൊരു സ്ത്രീ, ഇവിടെ ഈ സ്ത്രീ എന്ന് പറയുന്നത് ഇവരുമായി നേരത്തെ മുതൽ അടുപ്പമുള്ള സ്ത്രീയാണ് എന്നാണ് പറയുന്നത്. വളരെ അടുപ്പമുള്ള, വർഷങ്ങളെ അടുപ്പമുള്ളതാണെന്നാണ് പോലീസ് പറഞ്ഞത്. എന്തായാലും ഇത് സംബന്ധിച്ച കുറെ കൂടി വസ്തുതകൾ പുറത്തു വരേണ്ടതുണ്ട്. എന്ത് ലക്ഷ്യത്തോടുകൂടിയാണ് ഇവരെ ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്കടക്കം കാര്യങ്ങൾ നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പൂർണ്ണമായും സ്ഥിരീകരണവും അന്വേഷണവും എല്ലാം തന്നെ എത്തേണ്ടതുണ്ട്. എന്നാലും ഈ ഒരു വയോധികയെ 70 കഴിഞ്ഞ ഒരു സ്ത്രീയെ ഈ രീതിയിലേക്ക് കൊല ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് അടക്കം കാര്യങ്ങൾ പോകുന്നിരിക്കുന്നു. ഇപ്പോൾ അവരുടെ മൃതദേഹത്തിൽ അവർ പതിവായി ധരിച്ചിരുന്ന ആഭരണങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആഭരണങ്ങൾ, പണവും എല്ലാം അപഹരിക്കുന്നതിന് വേണ്ടിയായിരുന്നു കൊലപാതകം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് വൈകാതെ തന്നെ അതിന്റെ ഒരു വ്യക്തതയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ഷാംലാലിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. തിരുവനന്തപുരത്ത് പൊതുപരിപാടിയിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നു. തത്സമയത്തിലേക്ക്. ഒരു പങ്കും അതിലുണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കടുത്ത വേദന കടിച്ചമർത്തിക്കൊണ്ട് ഞങ്ങൾ അതെല്ലാം സഹിച്ചിട്ടുമുണ്ട്. ഒന്നിനു പുറകെ ഒന്നായി സഖാക്കളുടെ ജീവൻ അപഹരിച്ചപ്പോ അതിന്റെ മുന്നിൽ പതറിപ്പോവുകയല്ല ചെയ്തത്. കൂടുതൽ വീറോടെ വർഗീയതയെ എതിർക്കാനും ഒറ്റപ്പെടുത്താനുമുള്ള നടപടികൾ തന്നെയാണ് സ്വീകരിച്ചത്. അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. എന്തെല്ലാം പദ്ധതികൾ നിങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു, ഏതെല്ലാം തരത്തിലുള്ളത്, ചരിത്രത്തിന്റെ ഭാഗമാണ് അതൊക്കെ. ഞാനതിന്റെ മറ്റ് വിവരണങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ആ പാർട്ടിയെ നോക്കിയാണ് നിങ്ങൾ RSSുമായി ബന്ധമുണ്ടാക്കുകയാണ് എന്ന് പറയുന്നത്. ഇവിടെ RSS ബന്ധം ആർക്കാണ് എന്ന് ഈ പറയുന്നവർക്കറിയില്ലേ? ചോദ്യം ചോദിച്ച മലയാള മനോരമക്കറിയില്ലേ? RSS ശാഖക്ക് ഞാൻ കാവൽ നിന്നു എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവ് ആര്? മറന്നുപോയോ? വലിയ അഭിമാന പരിസരമല്ലേ നാടിനോടത് വിളിച്ചു പറഞ്ഞത്? RSS ശാഖക്ക് കാവൽ നിൽക്കുന്ന RSSകാരനെ നമുക്ക് മനസ്സിലാക്കാം.
എന്നാൽ ഇത് കോൺഗ്രസ് നേതാവാണല്ലോ. എന്തേ സൗകര്യപൂർവം അത് മറക്കുന്നത്? RSS ശാഖ സംരക്ഷിക്കുന്നതിന് ആളുകളെ വിട്ടു നൽകി എന്നല്ലേ? ആര്? മലയാള മനോരമ എടുത്തു നോക്കണം. KPCCയുടെ പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞത്. ഞങ്ങളാരെങ്കിലും കെട്ടിച്ചമച്ച് പറയുന്നതാണോ? പരസ്യമായി പറഞ്ഞതല്ലേ? എടക്കാട്, തോട്ടട, കിഴുന്ന മേഖലയിൽ RSS ശാഖ തകർക്കാൻ CPMകാർ ശ്രമിച്ചിരുന്നുവെന്നും കോൺഗ്രസ് പാർട്ടിക്കാർ ശാഖക്ക് കാവൽ നിന്നുവെന്നുമല്ലേ KPCC പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞത്? ആർക്കാണ് RSS ബന്ധം? മലയാള മനോരമക്ക് മറവി വന്നോ? അല്ല, കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കാൻ ഇതുകൂടി ഇരിക്കട്ടെ എന്ന് വെച്ചതാണോ? ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. തലശ്ശേരി കലാപം. ആ കലാപകാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ കാവൽ നിന്നിട്ടുണ്ട്. ഇവിടെ ന്യൂനപക്ഷ ആരാധനാലയങ്ങൾ തകർക്കാൻ വരുന്ന ഈ സംഘപരിവാറുകാരെ നേരിടുന്നതിനു വേണ്ടി, അവരിൽ നിന്ന് ആരാധനാലയങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി. നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടാവും, സഖാവ് UK കുഞ്ഞിരാമൻ, നെരുവമ്പായി പള്ളി, ആ ഭാഗത്തെ പ്രസിദ്ധമായൊരു പള്ളിയാണ്. അവിടെ കാവൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു കൂട്ടം RSSകാർ വന്നു, പള്ളി ആക്രമിക്കണം. ഈ നിൽക്കുന്ന UK കുഞ്ഞിരാമന്റെ നേതൃത്വത്തിലുള്ള വളണ്ടിയർമാർ പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോകണം, ഇവിടെ പള്ളി ആക്രമിക്കാനൊന്നും പറ്റില്ല. പക്ഷെ അവർക്ക് ആക്രമിച്ചേ തീരും. അപ്പൊ ഇവര് സംയമനത്തോടെ പറഞ്ഞു, പള്ളി നിങ്ങൾക്ക് ആക്രമിക്കണമെങ്കിൽ ഞങ്ങളുടെ ശവത്തിന്മേലൂടെ മാത്രമേ സാധിക്കൂ. എന്ന് പറഞ്ഞാൽ ഈ സഖാക്കളെ നേരിട്ട് പരാജയപ്പെടുത്തി പള്ളിയിലേക്ക് കടക്കണം. അതിന് മാത്രം ബലം അവർക്കില്ല. അവർ തിരിച്ചുപോയി. തിരിച്ചുപോയവർ പക്ഷേ തീർത്തും തിരിച്ചു പോയില്ല. പിറ്റേ ദിവസം പുലർച്ചെ വരെ ഈ വളണ്ടിയർമാർ അവിടെ തന്നെ നിൽക്കുകയാണ്. രാവിലെ വീട്ടിലേക്ക് UK കുഞ്ഞിരാമൻ പോവുകയാണ്. നിർവേലി അവിടെ ഒരു സ്ഥലത്ത് ഇവർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് സഖാവ് UK കുഞ്ഞിരാമനെ ആക്രമിച്ചത്. തലശ്ശേരി കലാപത്തിൽ പലർക്കും നഷ്ടപ്പെട്ടു. ആഭരണം നഷ്ടപ്പെട്ടു, പണം നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, വസ്തുവകകൾ നഷ്ടപ്പെട്ടു, പലതും നഷ്ടപ്പെട്ടു. ജീവൻ നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് മാത്രമായിരുന്നു, സഖാവ് UK കുഞ്ഞിരാമന്റെ ജീവൻ. അത് ഈ സംഘപരിവാറുകാരെ തടയാൻ നിന്നതിന്റെ ഭാഗമായിട്ടുമായിരുന്നു. ഞങ്ങൾ ചെയ്തത് അത്, ഇവർ ചെയ്തത് RSSന്റെ ശാഖക്ക് സംരക്ഷണം നൽകൽ. മലയാള മനോരമക്ക് അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ. ആ വ്യത്യാസം മനസ്സിലാക്കണമെന്നേ പറയാനുള്ളൂ. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങൾ തീർത്തും ഒറ്റപ്പെട്ടതാണെന്ന് പറയാൻ പറ്റുമോ? RSSന്റെ തലതൊട്ടപ്പൻ എല്ലാവരും സമ്മതിക്കുന്നതാണല്ലോ, ഗോൾവാൾക്കർ, ഗുരുജി ഗോൾവാൾക്കർ. അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ആഘോഷം
ആ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി RSS ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. ആ പരിപാടിയിലെ ഗോൾവാൾക്കറുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതിന്റെ മുമ്പിൽ വിളക്കുണ്ട്. അത് കൊളുത്തി ഈ ഗോൾവാൾക്കറുടെ ഫോട്ടോവിന് മുന്നിൽ വണങ്ങി കുമ്പിട്ട് നിന്ന ചിത്രം ആരുടേതായിരുന്നു എന്ന് മലയാള മനോരമ പരിശോധിക്കണം. ഞങ്ങളാരെങ്കിലുമാണോ? ഇവിടെയുള്ളവരല്ല കേരളത്തിലെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനാണോ? നിങ്ങൾക്കത് ഓർക്കാൻ വിഷമാണല്ലേ? എന്തേ വിഷമം? നിങ്ങൾക്കറിയില്ലേ ഇത്തരം കാര്യങ്ങൾ? ഇത് മാത്രമാണോ? പി പരമേശ്വരനെ അറിയില്ലേ? 2013 സംഘപരിവാറിന്റെ കേരളത്തിലെ ഏറ്റവും ഉന്നത ശീർഷൻ പി പരമേശ്വരൻ, അദ്ദേഹത്തിന്റെ പുസ്തക പ്രകാശനം ആരായിരുന്നു തൃശ്ശൂർ നടത്തിയത്? അന്വേഷിക്കണം. മലയാള മനോരമ അന്വേഷിക്കണം. RSS ബന്ധത്തിൻ്റെതാണല്ലോ നിങ്ങളിപ്പോ വല്ലാതെ ആലോചിക്കുന്ന കാര്യം. ഞങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാനുണ്ടോ നിങ്ങൾക്ക്? ഇത് കേരളത്തിലെ കാര്യം ഇനിയുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പം തൽക്കാലം കടക്കുന്നില്ല. എന്താണ് നമ്മുടെ രാജ്യത്തെ അവസ്ഥ? ദേശീയ തലത്തിൽ കോൺഗ്രസും RSSും തമ്മിൽ ഏത് തരത്തിലുള്ള ബന്ധമായിരുന്നു? മലയാള മനോരമക്കറിയില്ലേ അത്? നിങ്ങൾ വലിയ മാധ്യമമല്ലേ, അറിയണ്ടേ? എന്തേ നിങ്ങൾ അത് മറച്ചു വെക്കുന്നത്? 1984 RSSന്റെ സർ സംഘചാലക് മധുകർ ദത്താത്രേയ ദിയോറസ്, അദ്ദേഹം എങ്ങനെയാണ് ആ പേര് പ്രസക്തമാകുന്നത്? അദ്ദേഹവുമായി രാജീവ് ഗാന്ധി തെരഞ്ഞെടുപ്പ് ധാരണയടക്കം ഉണ്ടാക്കിയില്ലേ? ഓർക്കാൻ കുറച്ച് വിഷമമുണ്ടല്ലേ? നിങ്ങൾക്ക് പറയാൻ തീരെ കഴിയില്ല. പക്ഷേ ചരിത്രത്തിന്റെ ഭാഗമായുള്ള കാര്യമല്ലേ അത്? ബാബറി മസ്ജിദ്, അവിടെ രാംലല്ല സംഘപരിവാറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ആരാധനക്കായി തുറന്നുകൊടുക്കാൻ തീരുമാനമെടുത്തത് 1986 രാജീവ് ഗാന്ധിയല്ലേ? അതിനു മുൻപുണ്ടോ? രാജീവ് ഗാന്ധിയല്ലേ ആ നടപടി ആദ്യം സ്വീകരിച്ചത്? ആർക്കാണ് RSSുമായുള്ള ബന്ധം? ആർക്കാണ് RSSനോട് സോഫ്റ്റ് കോർണർ? 1987 ഹാഷിംപൂർ കൂട്ടക്കൊല നമ്മുടെ രാജ്യത്തിന്റെ മനസാക്ഷിക്ക് മറക്കാൻ കഴിയുന്ന ഒന്നല്ലത്. RSS ആഗ്രഹിച്ച കാര്യമല്ലേ അന്നത്തെ UPയിലെ കോൺഗ്രസ് സർക്കാരും പോലീസും ചേർന്നുകൊണ്ട് നടപ്പാക്കിയത്? മലയാള മനോരമ എടുത്ത് പരിശോധിക്കണം. 42 മുസ്ലിം ചെറുപ്പക്കാരെയാണ് ഒരു കോളനിയിൽ ഒറ്റ രാത്രിയിൽ UP പോലീസ് തീർത്തത്. കൂട്ടക്കൊല. RSS ആഗ്രഹിച്ച കാര്യം ചെയ്യുന്ന കോൺഗ്രസും കോൺഗ്രസ് നേതൃത്വമുള്ള ഗവൺമെന്റും അതിന്റെ കീഴിലുള്ള പോലീസും ഉത്തർപ്രദേശ് നേരത്തെ ഓർക്കാൻ സുഖമുള്ള കാര്യമല്ല. എങ്കിലും ഞങ്ങളെപ്പറ്റി പറയാൻ പുറപ്പെടുമ്പോൾ ആരെയാണോ വെള്ളപൂശാൻ നോക്കുന്നത് അവരുടെ ചരിത്രം നിങ്ങൾ മനസ്സിൽ കാണണ്ടേ? ആ ഹാഷിംപൂരിലെ
ഇറിഗേഷൻ കനാലില് ആ മൃതദേഹങ്ങൾ ഒഴുക്കുകയായിരുന്നു ചെയ്തത്. ഈ കൂട്ടക്കൊലക്ക് ശേഷമാണ് സംഘപരിവാർ അവരുടെ ഹിംസാത്മക രാഷ്ട്രീയം വലിയ തോതിൽ വ്യാപിപ്പിച്ചത്, രാജ്യത്താകെ വ്യാപിപ്പിച്ചത്. വേറൊരു സംഭവം മലയാള മനോരമ അറിയാൻ വേണ്ടിയാണ്, അവരാണല്ലോ ഇത് വലിയ കൊട്ടിഘോഷിക്കാൻ പുറപ്പെടുന്നത്. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സമയത്ത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അദ്ദേഹം 1993 പ്രതിഷേധ സൂചകമായി ജോലിയിൽ നിന്ന് VRS എടുത്തു. അദ്ദേഹമാണ് മാധവ് ഗോഡ്ബോളെ. ഈ മാധവ് ഗോഡ്ബോളെ എഴുതിയ ഒരു പുസ്തകമുണ്ട്. മലയാള മനോരമയുടെ കയ്യിലുണ്ടോ എന്നറിയില്ല, ഇല്ലെങ്കിലും അവർക്കത് കിട്ടുമല്ലോ, ഒന്ന് വാങ്ങണം, വായിക്കണം. ആ പുസ്തകത്തിന്റെ പേര് തന്നെ ബാബറി മസ്ജിദ് രാം മന്ദിർ ഡിലെമ, ആൻ ആസിഡ് ടെസ്റ്റ് ഫോർ ഇന്ത്യാസ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതാണ് ആ പുസ്തകത്തിന്റെ പേര്. ഈ പുസ്തകത്തില് ഞങ്ങളുമായിട്ട് ബന്ധമുള്ള ആരുമല്ല കേട്ടോ ഈ എഴുതിയത്, അത് ഓർക്കണം. ഒന്നുകൂടി ആ പേര് ഞാൻ പറയാം, മാധവ് ഗോഡ്ബോളെ. ആ സമയത്ത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം എഴുതുകയാണ്, രാജീവ് ഗാന്ധിയെ രണ്ടാം കർസേവകൻ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. മലയാള മനോരമ ആ പുസ്തകം എടുത്ത് നോക്കണം. ഒന്നാം കർസേവകനായി വിശേഷിപ്പിച്ചത് നേരത്തെ അവിടെ ഫൈസാബാദ് കലക്ടറായിരുന്ന KK നായരെയാണ്. കല്യാൺ സിംഗ് ആണ് മൂന്നാം കർസേവകൻ. ഉത്തർപ്രദേശിലെ കല്യാൺ സിംഗ് സർക്കാരിനെ പിരിച്ചുവിടാനുള്ള ശുപാർശ, ആരുടെ ശുപാർശ? ഇദ്ദേഹത്തിന്റെ ശുപാർശ. നാലാം കർസേവകനായ പ്രധാനമന്ത്രി നരസിംഹറാവു ചെവിക്കൊണ്ടില്ല എന്നും ഈ ഗോഡ്ബോളെ തന്റെ പുസ്തകത്തിൽ വെളിപ്പെടുത്തുകയാണ്. അദ്ദേഹം കല്യാൺ സിംഗ് ഗവൺമെന്റിനെ പിരിച്ചുവിടണമെന്ന് ശുപാർശ കൊടുക്കുകയാണ് ആഭ്യന്തര സെക്രട്ടറി. നാലാം കർസേവകനായിട്ടാണ് നരസിംഹറാവുവിനെ വിശേഷിപ്പിച്ചത്. മലയാള മനോരമ ആരെ വെള്ളപൂശാനാണ് ശ്രമിക്കുന്നത്? ആരെയാണ് താറടിക്കാൻ ശ്രമിക്കുന്നത്? ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ഒരു കെട്ട ചരിത്രമുണ്ടോ? അഭിമാനപൂർവ്വം തലയുയർത്തി പറയാൻ പറ്റും. എല്ലാ വർഗീയ ശക്തികളോടും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഇന്നേ വരെ CPIM ഞങ്ങളെല്ലാവരും സ്വീകരിച്ചിട്ടുള്ളത്. ഒരു വെള്ളം ചേർക്കലും അതിലുണ്ടായിട്ടില്ല. ഇപ്പോ കപിൽ സിബല് നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്നല്ലോ അദ്ദേഹം. സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകനാണല്ലോ. അദ്ദേഹത്തോട് 2018 ബാബറി മസ്ജിദ് കേസിൽ സുന്നി വഖഫ് ബോർഡിന്റെ അഭിഭാഷക സ്ഥാനത്ത് നിന്ന് പിൻവാങ്ങണം എന്ന് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടു. എന്തേ അത്തരമൊരു ആവശ്യം ഉന്നയിക്കാൻ കാരണം? എത്രമാത്രം കട്ട പിടിച്ച സംഘപരിവാർ മനസ്സാണ് കോൺഗ്രസിനുള്ളത് എന്നല്ലേ ഇത് കാണിക്കുന്നത്? മലയാള മനോരമക്ക് അറിയില്ലേ അത്? ഇവിടെ ബാബറി മസ്ജിദ് നിന്ന സ്ഥലത്ത് ശിലാന്യാസം നടക്കുന്നു. ആ സമയത്ത് ശ്രീരാമനെ വാഴ്ത്തിയത് രാഹുൽ ഗാന്ധിയായിരുന്നു. അയോധ്യയിലെ ഭൂമി പൂജ ദേശീയ ഐക്യത്തിനാണെന്ന് പറഞ്ഞത് പ്രിയങ്ക ഗാന്ധിയായിരുന്നു.
രാമജന്മഭൂമി ക്ഷേത്രത്തിലേക്ക് ഇഷ്ടിക, അത് വെള്ളി ഇഷ്ടിക കൊടുത്തയച്ചു. മാത്രമല്ല, ഭൂമി പൂജയുടെ അന്ന് മധ്യപ്രദേശിലാകെ ഹനുമാൻ ചാലിസ സംഘടിപ്പിച്ചു. കമൽനാഥാണ് അന്നത്തെ അവിടുത്തെ ഭരണത്തലവൻ. ആ കമൽനാഥ് കോൺഗ്രസ് നേതാവല്ലേ? അദ്ദേഹമല്ലേ ഇതെല്ലാം ചെയ്തത്? ഇപ്പോ 3 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരണമുണ്ട്: കർണാടക, ഹിമാചൽ പ്രദേശ്, തെലങ്കാന. എന്താ അവിടുത്തെ സ്ഥിതി? അയോധ്യയിൽ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന സമയം കർണാടക സർക്കാരിന് കീഴിലുള്ള 34,563 ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജയും പ്രാർത്ഥനയും നടത്താൻ കോൺഗ്രസ് സർക്കാർ ഓർഡർ ഇറക്കുകയായിരുന്നു, ഉത്തരവ് നൽകുകയായിരുന്നു. ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാർ പ്രതിഷ്ഠാ ദിനത്തിലെ പൊതു അവധിയാണ് പ്രഖ്യാപിച്ചത്. തെലങ്കാനയിലെ ഇപ്പോഴത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആ കാലത്ത് ബാബറി മസ്ജിദ് തകർത്ത സമയത്ത് ABVPയുടെയും RSSന്റെയും നേതാവായിരുന്നു. ഇതൊക്കെ പഴയ കാര്യമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുമോ മനോരമേ? എന്തേ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് RSS ബന്ധത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടി. ഒടുവിൽ മുഖ്യമന്ത്രി മൗനം വെടിഞ്ഞിരിക്കുന്നു. RSSനെ പ്രീണിപ്പിക്കാൻ ഒരു ഘട്ടത്തിലും തങ്ങൾ തയ്യാറായിട്ടില്ല. ഏറ്റവും കൂടുതൽ ആളുകളെ RSS ഏറ്റവും കൂടുതൽ ആളുകളെ കൊലപ്പെടുത്തിയത് CPMകാരെയാണ്. എല്ലാ കാലത്തും വീറോടുകൂടി RSS വർഗീയതയ്ക്കെതിരെ നിന്നത് CPMകാരാണ്. ആർക്കാണ് ഈ RSS ബന്ധം എന്ന് പറയുന്നവർക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് പറയുന്ന മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഉന്നയിച്ചത്. കോൺഗ്രസ് നേതാക്കൾക്കാണ് RSS ബന്ധമെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. കെ സുധാകരനെയും VD സതീശനും മുഖ്യമന്ത്രി വിമർശിച്ചു. കോൺഗ്രസ് നേതാക്കൾക്കുള്ള പോലെ ഈ തരത്തിലുള്ള കെട്ട ചരിത്രം ഒരിക്കലും CPM നേതാക്കൾക്ക് ഉണ്ടാവുകയില്ല എന്നും ഒടുവിൽ വലിയ ഏറെ ദിവസങ്ങൾ നീണ്ട വിവാദങ്ങൾക്കൊടുവിൽ മുഖ്യമന്ത്രിയുടെ മറുപടി കൂടിയാണ് വന്നിരിക്കുന്നത്. RSS ADGP കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് പക്ഷേ അദ്ദേഹം കൃത്യമായി ആ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാമർശം നടത്തിയതുമില്ല. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനിടെ വീണ്ടും മൈക്ക് പണിമുടക്കി. CPM കോവളം ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിനിടെയായിരുന്നു സംഭവം. മൈക്കിന്റെ ആൾ വരട്ടെ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. മൈക്കിന്റെ ആളൊന്നും ഇങ്ങോട്ട് വന്നാൽ നല്ലതാ. അല്ല, അവർ ചെയ്തോട്ടെ. നമ്മൾ ചെയ്താൽ ചിലപ്പോൾ പൊട്ടി പോകും. ഇല്ലേ? മൈക്കിന്റെ ആളില്ലേ? അത് ശരി. പിന്നെ ഇങ്ങോട്ട് പോവാം. അതെ അതെ, മതി മതി മതി. ശരിയായി ശരിയായി ശരിയായി. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6680 രൂപ, പവന് 53,440 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5540, പവന് 44,320 രൂപ. വെള്ളി ഗ്രാമിന് 89 രൂപ, കിലോയ്ക്ക് 89,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Wedding collections from Kavita Gold and Diamonds. പൂർണ്ണമാകുന്നു ലൈവ് 6. നമസ്കാരം.